ശശികലമാരെയും NR മധുമാരെയുമല്ല വേടനെ പോലുള്ളവരെയാണ് കേരളം നാളെ ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത്. അവസാനത്തെ മുഷ്ടി ചുരുട്ടുന്നത്, തൈ ഉയർത്തി നിൽക്കുന്നത്, അഭിവാദ്യങ്ങൾ സ്വീകരിക്കുന്നത് വേടന്മാരായിരിക്കും, ശശികലമാരായിരിക്കില്ല, NR മധുമാരായിരിക്കില്ല. വേടൻ എന്ന ചെറുപ്പക്കാരൻ കേരളീയ സമൂഹത്തോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഹിരൺ മുരളി എന്ന വേടൻ എന്ന വെളിപ്പേര് സ്വയം സ്വീകരിച്ച ആ പ്രതിഭാധനായ ചെറുപ്പക്കാരൻ കേരളത്തിലെ ഏതെങ്കിലും സമൂഹത്തോട്, ഏതെങ്കിലും സമുദായത്തോട്, ഏതെങ്കിലും വിഭാഗത്തോട് എന്ത് അനീതിയാണ്, എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഒന്നുമില്ല എന്ന് കൃത്യമായി പറയാൻ കഴിയും. ഒരു ദ്രോഹവും അയാൾ ആരോടും ചെയ്തിട്ടില്ല. മറിച്ച് ഒരുപാട് ചെറുപ്പക്കാർ അയാളുടെ ഗാനമേളകളിൽ, ഗാനമേള എന്ന് നമ്മൾ സാധാരണ പറയുന്ന വാക്കിനപ്പുറത്താണെങ്കിലും പങ്കെടുക്കുന്നുണ്ട്. വേടൻ എന്ന റാപ്പർ ഉയർത്തിവിട്ട തരംഗം കേരളത്തിലെ സമകാലിക സാമൂഹിക അന്തരീക്ഷത്തിൽ മറ്റേത് കലാരൂപം ഉയർത്തിവിട്ട തരംഗത്തേക്കാൾ വലുതാണ്. കൃത്യമായും അതങ്ങനെ തന്നെയാണ് താനും. അപ്പോൾ പിന്നെ എന്തിനാണ്, നമ്മുടെ പോയിൻ്റ് അതാണ്, എന്തിനാണ് വേടൻ എന്ന ചെറുപ്പക്കാരനെ ചിലർ ദുഷ്ടബുദ്ധിയോടുകൂടി കൃത്യമായി മനഃപൂർവ്വം ഉന്നം വെച്ച് അധിക്ഷേപിക്കുന്നത്, ആക്രമിക്കുന്നത്? വേടൻ ഒരു മോശം ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ സാമൂഹികമായി ബഹിഷ്കരിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ശ്രമിക്കുന്നത് എന്തിനാണ്? ഈ ഒരു ചോദ്യം അഗ്രസീവായി നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്ന് തോന്നുന്നു. കാരണം വീണ്ടും വീണ്ടും വേടനെ ഉന്നം വയ്ക്കുന്ന ആളുകളുടെ എണ്ണവും അവർ ഉപയോഗിക്കുന്ന വാക്കുകളുടെയും ഭാഷയുടെയും പ്രയോഗങ്ങളുടെയും രീതിയും കൂടുതൽ മൂർച്ചയുള്ളതും കൂടുതൽ വിഷലിപ്തവുമായി മാറുകയാണ്. RSS മുഖപത്രം കേസരിയുടെ പത്രാധിപർ NR മധു കഴിഞ്ഞ ദിവസം വേടനെ ജാതിവരെ പ്രചരിപ്പിക്കുന്ന ആൾ എന്ന് പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ശശികല ഇന്ന് പറഞ്ഞിരിക്കുന്നത് വേടൻ്റെ തുണിയില്ലാ ചാട്ടം സമാജത്തിനാകെ നാണക്കേടാണ് എന്നാണ്. മാത്രമല്ല, നമുക്കൊരു പബ്ലിക് സ്പേസിൽ ആവർത്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മോശപ്പെട്ട വാക്കുകളും വേടനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ പ്രയോഗിക്കുന്ന വളരെ മോശപ്പെട്ട ചില പ്രയോഗങ്ങളുണ്ട്. അതൊന്നും നമുക്ക് അതേപടി ആവർത്തിക്കാൻ അന്തസ്സുള്ള മാധ്യമപ്രവർത്തകർക്കോ സാധാരണഗതിയിൽ നിലവാരത്തോടെ സംവാദത്തിൽ ഏർപ്പെടുന്നവർക്കോ കഴിയാറില്ല. അത്തരം വാക്കുകൾ പോലും ശശികലയെ പോലെ, ശശികല ഒരു ടീച്ചറാണ്, അവരുടെ പേര് ശശികല ടീച്ചർ എന്നാണ് മുഴുവൻ പേരും. അങ്ങനെയുള്ള ഒരാൾ പോലും ആവർത്തിക്കുന്നു, പറയുന്നു. നമ്മൾക്കത് ആവർത്തിക്കാൻ കഴിയില്ല. പക്ഷേ വേടൻ്റെ രീതികൾ സമാജത്തിനാകെ നാണക്കേടാണ് എന്ന് പറയുമ്പോൾ കൂടുതൽ വിശദീകരണം വേണ്ടി വരും. എന്താണ് സമാജം? ആരാണ് സമാജം? കേരളത്തിലെ ഹിന്ദു സമാജത്തിൻ്റെ വക്താവായാണ് ശശികല സംസാരിക്കുന്നതെങ്കിൽ കേരളത്തിലെ ഹിന്ദു സമൂഹം മുഴുവൻ വേടൻ്റെ ഏതെങ്കിലും പാട്ടിൻ്റെ പേരിൽ അപമാനിതരായ സാഹചര്യമുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്ന വാക്കോ പാട്ടോ പ്രവൃത്തിയോ ശാരീരികമോ മാനസികവുമായ ഇടപെടലുകളോ വേടൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ? മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ ഹിന്ദുവിനെയോ ഏതെങ്കിലും വിഭാഗത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആരെങ്കിലും അവഹേളിക്കുന്ന എന്തെങ്കിലും വേടൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ? ആരൊക്കെ ഏതൊക്കെ രീതിയിൽ കുറച്ചു കാലമായി ശ്രമിച്ചിട്ടും അകറ്റാനും പിരിക്കാനും കഴിയാത്ത രീതിയിൽ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മനസ്സ് ഒന്നാണ്. അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം, കേരളത്തിൻ്റെ മാതൃക അതാണ് യഥാർത്ഥ കേരള മോഡൽ. അപ്പം അതിനെയൊക്കെ അധിക്ഷേപിക്കുന്നവരാണ് ഈ പറയുന്ന ആളുകൾ. എങ്ങനെയും വർഗീയമായ വിഭാഗീയമായ അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ വേടൻ്റെ ഏതെങ്കിലും പാട്ടോ പ്രവൃത്തിയോ ഈ വിഭാഗീയത ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം വേടൻ്റെ പാട്ടുകളുടെ സ്വഭാവം എന്താണ്? വേടൻ പാടുന്നത് ജനാധിപത്യത്തെക്കുറിച്ചല്ലേ, മതനിരപേക്ഷതയെക്കുറിച്ചാണ്, പ്രണയത്തെക്കുറിച്ചല്ലേ, ആളുകൾ തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ചാണ്, പോരാട്ടങ്ങളെക്കുറിച്ചാണ്, സായുധ പോരാട്ടങ്ങളെക്കുറിച്ചല്ല, വിഭാഗീയതയെക്കുറിച്ചല്ല, അടുപ്പത്തെക്കുറിച്ചാണ്, വിദ്വേഷത്തെക്കുറിച്ചല്ല, സ്നേഹത്തെക്കുറിച്ചാണ്.
വിദ്വേഷമോ വിഭാഗീയതയോ വിഘടനവാദമോ വർഗീയതയോ ആളുകൾക്കിടയിൽ അകൽച്ചയോ ഉണ്ടാക്കുന്ന ഒരു തരം ക്യാമ്പയിനും ഒരു പാട്ടിലൂടെയും വേടൻ പ്രചരിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ഒന്നിനെയും വേടൻ പ്രധാനം ചെയ്യുന്നുമില്ല. പിന്നെ എന്തിനാണ് വേടനെ ഉന്നമിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന്, വേടൻ ഒരു ദളിതനാണ്. വേടൻ ഇവർ ഒക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യമായ ജാതീയമായ തലത്തിൽ നിൽക്കുന്ന ആളല്ല. അതുകൊണ്ട് ഇവർക്കൊന്നും കണ്ണിൽ പിടിക്കുന്നില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്സ് ഇപ്പോൾ സജീവമായിട്ടുണ്ട്. എന്താണ്? വേടനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർത്ത് പിടിക്കുന്നു. ഇവർ പ്രതീക്ഷിച്ചത് വേടനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിനെയും CPIM-ഉം കേരളത്തിലെ സർക്കാരും ചവിട്ടിത്തേക്കും, വേടൻ പുറത്തു വരില്ല എന്നാണ്. പക്ഷേ വേടനെതിരായ ഒരു സാഹചര്യത്തിലുണ്ടായ കേസിൻ്റെ മെറിറ്റ് ശരിയായി മനസ്സിലാക്കുകയും ആ കാര്യത്തിൽ CPIM-ഉം സർക്കാരും കേരളത്തിലെ ഭരണ രാഷ്ട്രീയ നേതൃത്വം കൃത്യമായി നിലപാടെടുക്കുകയും ചെയ്തു. വേടനെ ശ്രീലങ്കക്കാരനെന്ന് അധിക്ഷേപിച്ച അയാളുടെ അമ്മയുടെ യഥാർത്ഥ നാടിൻ്റെ പേരിൽ ശ്രീലങ്കക്കാരൻ എന്ന് അധിക്ഷേപിച്ച വനം ഉദ്യോഗസ്ഥരെ, റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റി അപ്രധാനമായ സ്ഥലത്തേക്ക്. അങ്ങനെയൊക്കെ ചെയ്തത് ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. വേടനോട് നമ്മൾക്ക് പ്രത്യേകിച്ച് വിദ്വേഷമൊന്നുമില്ല. ജസ്റ്റിസാണ് പ്രധാനം. ഇൻജസ്റ്റിസ് എവിടെ കാണുന്നോ അവിടെ നീതിക്ക് വേണ്ടി ഇടപെടുകയും അനീതിയെ തുടച്ചു നീക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഭരണാധികാരികൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരാവുന്നത്. അത്രയും വലിയ വർത്തമാനങ്ങൾ നമ്മളിപ്പോൾ പറയാൻ കാരണം പിണറായി വിജയൻ കൃത്യമായും നേരിട്ട് വാക്കിലൂടെയല്ല, സോഷ്യൽ മീഡിയയിലൂടെയല്ല, മൈക്കിലൂടെയല്ല, മുഖാമുഖം വേടനെ അഡ്രസ്സ് ചെയ്യുന്നു. അവർ പരസ്പരം കൈകൊടുക്കുന്നു. വേടനെ അഭിമുഖീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ പേരാണ് ഈ പറഞ്ഞ കുശുമ്പ്. അതായത് കഴിഞ്ഞ ദിവസം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂറിലധികം ദളിത് യുവതിയായ ബിന്ദു അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ ആ പോലീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം ബിന്ദുവിനൊപ്പം നിന്ന, പോലീസിനെതിരെ ശക്തമായ നടപടിയെടുത്ത അതേ രാഷ്ട്രീയ ശരിയുടെ തുടർച്ചയാണ് വേടനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, വേടൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നതും. ഇതൊക്കെ പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. ഈ അസ്വസ്ഥതകളുടെ എല്ലാം തുടർച്ചയാണ് പരസ്യമായി വേടനെ അധിക്ഷേപിക്കുന്നത്. നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്, വേടൻ ഈ സമൂഹത്തോട് എന്ത് ചെയ്തു? വേടൻ എന്ത് തെറ്റാണ് ചെയ്തത്? ശരികൾ ചെയ്യുന്നുമുണ്ട്. ആ ശരികളുടെ പേര് കേരളീയ സമൂഹത്തെ ഏതെങ്കിലും രീതിയിൽ ഒന്നിച്ചു നിർത്താൻ വേടൻ എന്ന ചെറുപ്പക്കാരൻ്റെ സർഗാത്മകമായ ഇടപെടൽ, സംഭാവന ഉപകാരപ്പെടുന്നെങ്കിൽ, ഗുണപ്പെടുന്നെങ്കിൽ അത് കേരളത്തോട് ചെയ്യുന്ന നീതിയാണ്. കേരളത്തോട് ചെയ്യുന്ന അനീതിക്കെതിരെ നമ്മൾ ശക്തമായ നിലപാട് പലർക്കുമെതിരെ എടുക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു മകനെതിരെ, ഒരു ചെറുപ്പക്കാരനെതിരെ കൃത്യമായി മോശപ്പെട്ട വിദ്വേഷ ക്യാമ്പയിൻ നടത്തുന്നവരെ തുറന്നു കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി കേരളത്തിലെ മാധ്യമ സമൂഹത്തിലുൾപ്പെടെ വന്നു ചേർന്നിരിക്കുകയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിലും ആ ഉത്തരവാദിത്വം വന്നു ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മുടെ വർത്തമാനം. വേടൻ്റെ സദസ്സുകളിൽ, വേദികളിൽ ആൾ കൂടുന്നത്, ചെറുപ്പക്കാർ കൂടുന്നത് വേടൻ ഏതെങ്കിലും തരത്തിലുള്ള നിഷേധാത്മക രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ആളായതുകൊണ്ടല്ല. അതുകൊണ്ട് നമ്മൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്, കേരളത്തിൻ്റെ നവോത്ഥാനം ഇത്തരം എല്ലാ തരത്തിലുള്ള തെറ്റായ വിദ്വേഷ പ്രചരണങ്ങളെയും തിരിച്ചറിഞ്ഞ് തുടച്ചു നീക്കിയ ചരിത്രമാണ്. ചേർത്ത് പിടിക്കേണ്ടവരെ, പതിതരെ, അധസ്ഥിതരെ ശരിയായി ചേർത്ത് പിടിച്ചവരാണ് കേരളീയ സമൂഹം. അതുകൊണ്ട് തന്നെ ശശികലമാരെയും NR മധുമാരെയുമല്ല, വേടനെ പോലുള്ളവരെയാണ് കേരളം നാളെ ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത്. അവസാനത്തെ മുഷ്ടി ചുരുട്ടുന്നത്, തൈ ഉയർത്തി നിൽക്കുന്നത്, അഭിവാദ്യങ്ങൾ സ്വീകരിക്കുന്നത് വേടന്മാരായിരിക്കും, ശശികലമാരായിരിക്കില്ല, NR മധുമാരായിരിക്കില്ല. അത് തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. നന്ദി, നമസ്കാരം.